എന്താണ് പറഞ്ഞിരിക്കുന്നത്? മണിയൻചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാമോ? എനിക്ക് ഒരു തവളയെ കൊണ്ടുതരാമോ? മാക്രിയോ? എന്തിനാ? അതെ, കൊണ്ടുവരുമ്പം കാണിച്ചു തരാം. തവളയെ കിട്ടുമോ? അമ്പലക്കുളത്തിൽ ഒത്തിരി ഉണ്ട്. കുളത്തിൽ സൂക്ഷിച്ചു ഇറങ്ങാവൂ. ചൊറുത്തവളെ കൊണ്ടുവരരുത്. നല്ല വലിയ തവള. കുണ്ടമാക്രിയല്ലേ? ആ, അത് തന്നെ. പിന്നെ കൊല്ലാതെ കൊണ്ടുവരണം. എന്ന് കൊണ്ടുവരും? നാളെ രാവിലെ. ഓക്കെ. ആ, മണിയൻചേട്ടന് മുട്ടായി വേണ്ടേ? താങ്ക് യു. കോളേജിൽ പഠിക്കുന്നവർക്ക് മാക്രി എന്തിനാടാ? അവർക്ക് പ്രാക്ടിക്കലിന്. എന്ന് വെച്ചാ അവർക്ക് കീറി പഠിക്കാൻ. ചേട്ടൻ അറിഞ്ഞിട്ട് എന്ത് വേണം? അപ്പൊ നിനക്ക് കീറി പഠിക്കണ്ടേടാ? വേണ്ട. അതെന്താ? അറിയാൻ പാടില്ലാത്ത ഒന്നുമില്ല. എന്നാ പറഞ്ഞതിട്ട് മനസ്സിലാകേയില്ല. എന്നൊന്ന് മിണ്ടായിരിക്കോ? ഒരു കാര്യം ചോദിച്ചപ്പോ ചെറുക്കന്റെ ഗമ കണ്ടില്ലേ? കോളേജിൽ പഠിക്കുന്നതിന്റെ മൂച്ച. നീ എന്താണ് മാറ്റി കയറുന്നത്? അവന് പഠിപ്പ് കുറവാന്നേ ഉള്ളൂ. നിന്നേക്കാൾ 3 വയസ്സിന് മൂത്തതാ. അത് ഞാൻ എന്ത് വേണം? അവൻ വല്ലതും ചോദിച്ചാൽ അറിയാവുന്ന അന്നേ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അത് പറയണം. അല്ലാതെ ഭരണമൊന്നും വേണ്ട കേട്ടോ. ആ, കിട്ടിയോടാ? ഇനി കൊണ്ടുവാ. ഈ കടലാസിൽ പൊതിയ. എന്തിനാ മണിയുന്നത്? ഇത് കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് കീറി പഠിക്കാനാ. കോളേജിൽ പഠിക്കുന്ന പിള്ളേർ എന്തിനാ മാക്രി കയറുന്നേ? എന്നാലേ അവര് പരീക്ഷ ജയിക്കൂ. ഇതിന് പകരം എനിക്കൊരു പാട്ട് ദിവസം തരണം. ഈശ്വരനെ തന്നില്ല. ആ, തരാം. ഇത് പാപമല്ലേ? ഏത്? ഇതിനെ ഇങ്ങനെ കൊല്ലുന്നത്. പാവമാണെന്ന് വിചാരിച്ചാ പഠിക്കാൻ ഒക്കുമോ? ആ, മണിയൻ ചേട്ടന് ഇതെന്താണെന്ന് അറിയാമോ? നല്ല പോലെ ആലോചിച്ച് നോക്ക്. എന്നിട്ട് പറയാൻ നോക്ക്. മണിയൻ ചേട്ടന്റെ നെഞ്ചിൽ എന്താണെന്ന് പറയാമോ? സ്നേഹം. എന്ന് വെച്ചാ ചങ്ക്. ആ ചങ്കിനാണ് ഹൃദയം എന്ന് പറയുന്നത്. ദേ, ഇതാണ് തവളയുടെ ഹൃദയം. കിടന്ന് പിടിക്കുന്നുണ്ടോ? ഇത് ദൈവദോഷമല്ലേ? ഇതിന്റെ പകുതി പാപം മണിയൻ ചേട്ടനാ. ഒന്നുമല്ല, എനിക്കൊരു പാപവുമില്ല. മണിയൻ ചേട്ടനല്ലേ എനിക്കിത് കൊണ്ട് തന്നെ? ഞാൻ കൊണ്ടുവന്നത് കൊല്ലാനല്ലല്ല, പിന്നെ വളർത്താനാ. തിരുനൂസ് മണിയും വിളിച്ചിട്ടും പോകുന്നു. നമുക്ക് വിളിച്ചൊന്ന് കളിപ്പിക്കാം. എങ്ങനെ? അതൊക്കെ ഞാൻ ഏറ്റു. നമ്മൾ ഇന്നലെ കണ്ട സിനിമയിലെ പാട്ട് പാടി കളിപ്പിക്കാം. മണിയും വിളിക്കട്ടോ? മണിയും വിളിക്കട്ടാ? നമുക്ക് സിനിമ കളിക്കാം. ഞാൻ നസീർ, അണ്ണൻ സോമൻ. അത് പറ്റത്തില്ല. ഞാൻ നസീർ, നീ സോമൻ. ശരി, സമ്മതിച്ചു. ഇവൻ ജയഭാരതി. ഞങ്ങളെല്ലാം കൊള്ളക്കാര്.
ഞങ്ങൾ ജയഭാരതി ഇവിടെ കൊണ്ടുവന്ന് തടങ്ങി വെച്ചിരിക്കുന്നു. ഞങ്ങൾ എല്ലാം പാടി രസിക്കുന്നു. അപ്പൊ മണിയമ്പിളച്ചേരൻ CD വേഷത്തിൽ വന്ന് ഞങ്ങളുടെ കൂടെ പാടുന്നു. ഒരു ഉഗ്ര സ്റ്റണ്ട്. നമുക്ക് ആദ്യം സ്റ്റണ്ട് കളിച്ചു നോക്കാം. മണിയമ്പിളച്ചേരന് സ്റ്റണ്ട് കളിക്കാൻ അറിയാവോ? ഓ, ഞാൻ അവന് ഒരു തണ്ടി. ഞാൻ കൂടി തൊഴിൽ വെക്കാൻ നീയാണ് അവനെ ഈ പരിവത്തിലാക്കിയത്. സത്യം പറ, നീ ആ ചെറുക്കന്റെ തലയറിഞ്ഞു കല്ലെടുത്തെറിച്ചതാ. അപ്പൊ പൊട്ടിയതാ. നിന്നെ കൊണ്ട് കിടക്കം പറഞ്ഞു പൊട്ടിയാണ്. ഇന്ന് ഞാൻ നിന്നെ ഒന്നോനെ അതോ വല്ലോ ബാക്കി വെച്ചിട്ടുണ്ടോ? എന്തിനാ മക്കളെ എന്നും ഇങ്ങനെ ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് തല്ല് മേടിക്കുന്നേ? നിനക്ക് ഒരു ദിവസമെങ്കിലും ആണുങ്ങളെ പോലെ ജീവിച്ചൂടെ? എന്തോടാ വന്ന് കാഴ്ച കാണുന്നത്? അപ്പുറത്തൊക്കെ വഴിന്ന് പഠിക്കടാ. വന്ന് വല്ലതും കഴിക്കും. എനിക്കൊന്നും വേണ്ട. എന്നാ വന്ന് കിടന്ന് ഉറങ്ങും. മണിയുണ്ടോ? ഉണ്ട്. ഒരുത്തനിപ്പോ വേണ്ടത് ഒരുത്തന്നെ കൂടെ മാറിയുള്ളൂ. അടുത്തതിന് നിനക്കാ. ഞാൻ കിടക്കാൻ പോവാ. വിളക്കടച്ചേക്കണം. എന്താ? ഞാൻ അവനെ ഒരുപാട് തല്ലി. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പിള്ളേരെ തല്ലുമ്പോ കുറച്ചൊക്കെ കണ്ണും മൂക്കും വേണം. പെറ്റ തള്ളക്കല്ലേ ചങ്കു നോവൂ. കമലത്തിന്റെ അമ്മേ. എടാവ് നീയായിരുന്നോ? മണിഞ്ചിട്ട അണ്ണനെ കണ്ടിട്ട് സിനിമയിൽ ആരെപ്പോലുണ്ട്. മുടിയൊക്കെ മധുവിനെ പോല. നീ പോയി അസുഖത്തെ എടുത്തുണ്ടോ? അവിടെ പോകരുത്. ഞാൻ പോയി അമ്മയുടെ അടുത്ത് പറയാം. എടാവേ, പിന്നെ എന്തൊക്കെയാ നാട്ടുവിശേഷങ്ങൾ? മണിയമ്പിള്ള സീറത്ത് വലിക്കോ? ഞാൻ വലിക്കല. അത് മോശം. ചെറുപ്പക്കാരായാൽ വല്ലപ്പോഴൊക്കെ ഒന്ന് വലിക്കണ്ടേ? വേണ്ട, ചീത്തയാ. MGR വലിക്കത്തില്ലല്ലോ. അയ്യോ. അണ്ണ, മണിയൻചേട്ടന്റെ ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ വാക്ക് കൊടുത്താണ്, എടുത്തേ പറ്റൂ. മണിയമ്പിള്ളക്ക് ഇങ്ങനെയൊക്കെ മതിയോ? ഇത്തിരി മേക്കപ്പ് ഒക്കെ വേണ്ടേ? മേക്കപ്പ് ഒന്നും വേണ്ട. ഇതാണ് മണിയൻചേട്ടന്റെ മേക്കപ്പ്. എന്നാ ശരി, വാ മണിയമ്പിള്ളേ.
നീ അകത്തോട്ട് തന്നെ. നീ നിൽക്കുന്നോണ്ടാ മണിയമ്പിള്ളക്ക് വിഷമം. ചെല്ല്. ആ പിന്നെ ആ ഇനി ആ തൊപ്പി എടുത്ത് വെച്ചോ. അമ്മേ കുറച്ചുകൂടി. നീ ആള് കാണാൻ പാമാണല്ലോടാ മണിയമ്പിള്ളേ.